ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 29-30 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ശിഷ്യന്മാരോട് യേശുവിൻ്റെ രണ്ടാം വരികയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോകാവസാനത്തെക്കുറിച്ച്. അപ്പം നമുക്കറിയാം, വർഷങ്ങളോളം പ്രസംഗിച്ചു. പക്ഷേ ദൈവം ഈ ലോകം അഴിഞ്ഞു പോകും, വെള്ളം കൊണ്ട് ദൈവം നശിപ്പിക്കും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കണം എന്ന് ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പ്രസംഗിച്ചു. പക്ഷേ അന്ന് ആരും കൈക്കൊണ്ടില്ല. ആ ഒരു വെള്ളം വരുന്ന ആ ഒരു ദിവസം വരെയും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹമെടുത്തും അങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജനം ജീവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ യേശു പറയാണ്, മനുഷ്യപുത്രൻ്റെ നാൾക്കളിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. അപ്പോൾ ഇന്ന് പല പ്രസംഗങ്ങളും മാനസാന്തരപ്പെടുവനെന്നും ലോക അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നും ശാസ്ത്രലോകവും ആത്മീക ലോകവും ഒന്നുപോലെ വിളിച്ച് പറഞ്ഞിട്ടും താൻ ഇരിക്കുന്ന വണ്ണം തന്നെ ഇരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം അന്ത്യകാലത്ത് അതേപോലെ തന്നെ സംഭവിക്കുമെന്ന്. അപ്പോൾ കർത്താവ് വരുന്നത് വരെയും തിന്നും കുടിച്ചും നാളെ എന്ത് സംഭവിക്കട്ടെന്ന് വിചാരിച്ച് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർ അന്ന് കൈവിടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. പ്രിയ ദൈവ പൈതലേ, ആയതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. മാറ്റം വരുത്തിയ ഒരു മാനസാന്തരത്തോട് ദൈവസന്നിധിയിൽ നാം ജീവിക്കുകയും കർത്താവിൻ്റെ വരവിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.